ഞാൻ ലാസ്റ്റ് വീഡിയോ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള ഒരു സീരീസാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണിത്. അതായത് ഈ CIA-യും FBI-യും അമേരിക്കൻ മിലിറ്ററി ഭയങ്കര സംഭവമാണ് ഇത് പറഞ്ഞ് പൊക്കി അടിക്കുന്ന സീരീസുകളായിരിക്കും മിക്കവാറും ഉള്ളത്. കാരണം ഹോളിവുഡുകാരാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ രാജ്യത്തിന് പൊക്കി അടിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. സംഭവം നമ്മൾ റിയൽ ലൈഫിൽ നോക്കുമ്പോഴല്ലോ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ സ്ഥലത്ത് പോയി യുദ്ധം തുടങ്ങി വെക്കും, അത് അവസാനിപ്പിക്കാനും വഴിയില്ല, നിർത്താനും വഴിയില്ല, ആകെ വട്ടത്തിരിയണ ഓരോ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആയിക്കോട്ടെ. അപ്പോൾ പുതിയ എന്തെങ്കിലും ഉണ്ടോ, അതായത് ഈ അമേരിക്കൻ മിലിറ്ററി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ റാൻഡമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഇങ്ങനെ കാണുന്നത്. ഉള്ളത് പറയാലോ, എനിക്കിത് ആദ്യം കാണാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഹിന്ദിക്കാരെടുക്കുന്ന വെബ് സീരീസാണ്. ഇവന്മാർ സിനിമ എടുക്കുമ്പോൾ തന്നെ അറിയാലോ, ഇങ്ങനത്തെ ടോപ്പിക്കിൽ എടുക്കുമ്പോൾ തന്നെ ഒരു 4 ബിക്കിനിട്ട നായികമാർ, 2 ഐറ്റം സോങ്, പിന്നെ ലോകത്തിലെ ഏറ്റവും കൂറ CGI അനിമേഷനായിരിക്കും. ഒരു കണ്ട ദേഷ്യം പിടിക്കും. അങ്ങനത്തെ ഓരോന്നായിരിക്കും ഇവർ ചെയ്തു വയ്ക്കുക. കുറേ സിനിമകളുടെ അക്ഷയ് കുമാറിൻ്റെ കുറേ സിനിമകൾ, പിന്നെ വാർ 2, അങ്ങനത്തെ കുറേ ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് വന്ന ഒരാളെന്ന നിലയിൽ എനിക്കിത് കാണാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6 എപ്പിസോഡല്ലേ ഉള്ളൂ, നോക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ട് തുടങ്ങിയതാണ്. ഒരു രക്ഷയില്ല. നെറ്റ്ഫ്ലിക്സുകാർ തന്നെയാണോ ഇത് ഉണ്ടാക്കിയത്, പ്രൊഡക്ഷൻ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവർ സാധാരണ ഇങ്ങനത്തെ നമ്മുടെ ലോക്കൽ ഇങ്ങനത്തെ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇത്രയും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. കിടിലനായിട്ടുണ്ട്. 99-ൽ കാർഗിൽ വാർ സംഭവിച്ചല്ലോ. അപ്പോൾ അതിൽ ഒരു അൺടോൾഡ് സ്റ്റോറി ആയിട്ടാണ് ഇവരിത് പറയുന്നത്. കാരണം കാർഗിൽ വാറിനെ കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ശരിക്കുള്ള എക്സ്പീരിയൻസും പോഡ്കാസ്റ്റിലും അങ്ങനെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സാധനം ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. മിറാജ് 2000 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജെറ്റ്, 4th ജനറേഷൻ ജെറ്റ് കൊണ്ടുപോയിട്ട് LOCയിൽ പാകിസ്ഥാൻ കയ്യേറിയ ആ സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ്, ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് മിഷൻ, അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ്. കിടിലനായിട്ടുണ്ട്. അതായത് ഈ മെനൂവറിങ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നൈസായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോപ്പ് ഗണ്ണും മറ്റേതൊക്കെ ആണല്ലോ കണ്ടിട്ട് വരുന്നത്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷെ എന്നാലും ഇറ്റ്സ് അപ് ടു ദ മാർക്ക്. ഇതൊരു വെബ് സീരീസിനാണ് ഈ ഒരു ക്വാളിറ്റി എന്ന് ആലോചിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. കാരണം സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് 500 കോടി 2000 കോടി ബഡ്ജറ്റിൽ ഒന്നും അവർക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഈ നെറ്റ്ഫ്ലിക്സുകാർ ഈ ഒരു വെബ് സീരീസിന് വേണ്ടി ഇത്രയും കിടിലൻ അനിമേഷൻ ആ ഒരു ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും അവർ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് ഈ ഹിന്ദിക്കാർ ആ സിനിമ എടുക്കുന്നവരും ആരും കൂടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു ലാഗും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, സിമ്പിളായിട്ട് കാണാൻ 6 എപ്പിസോഡേ ഉള്ളൂ. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. ഗോ വാച്ച് ഇറ്റ്, ഓപ്പറേഷൻ സഫേദ് സാഗർ. നെറ്റ്ഫ്ലിക്സുകാരെ എപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വരെ തിരുത്തി പറയിപ്പിച്ച ഓമാർ സമ്മതിച്ചു കൊടുത്തു. അതിന്